മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ കോൺഗ്രസിലെ പ്രവർത്തന പാരമ്പര്യം എടുത്തു പറഞ്ഞ രമേശ് ചെന്നിത്തല നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താൻ. സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. എറണാകുളത്ത് PK ഡീവർ പുരസ്കാര സമർപ്പണ വേദിയിലായിരുന്നു പ്രതികരണം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവീണതൊന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൊക്കെ വളർന്ന് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നതെല്ലാം. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നും മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒത്തിരി നേതാക്കന്മാരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുടെ അധ്വാനത്തിന്റെ ആകെ തുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും എല്ലാം നമ്മളൊരു വാക്ക് പറയുമ്പോൾ തന്നെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്രവർത്തകന്റെ മാനസിക വികാരം എന്തായിരിക്കുമെന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്, ശ്രമിക്കുന്ന ഒരാളാണ്. പാർട്ടിക്കെതിരായി ഒരു അക്ഷരം പോലും പറയാതിരിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സ്ഥാനങ്ങൾ വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് വലുത് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. ഓക്കെ, രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം സ്ഥാനങ്ങൾ വരും പോകും, പക്ഷേ പാർട്ടിയാണ് വലുത് എന്ന് അദ്ദേഹം പറയുന്നു. അതേ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ആളല്ല താൻ, സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയ ചരിത്രമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് KPCC അത്തരം ചർച്ചകൾ വേണ്ട എന്ന് വിലക്കിയ ദിവസം കൂടിയാണ്. ആര്യ വിനോദ് ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. ആര്യ, എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കപ്പുറത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് പറയാൻ പ്രേരിപ്പിച്ചത്? അതല്ല, കൃത്യമായി മുഖ്യമന്ത്രി ചർച്ച നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം ആര്യ? മഹേഷ്, ഇപ്പോൾ ചേരിതിരിഞ്ഞുള്ള പ്രചരണങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. VD സതീശന്റെ ആയാലും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിനും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പോസ്റ്ററുകൾ. അപ്പോൾ ചേരിതിരിഞ്ഞുള്ള ഈ ഒരു പ്രചരണത്തിനിടയിലാണ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കുന്ന, ഒരു സുപ്രഭാതത്തിൽ വീണവരല്ല നമ്മളെന്നും, നേതാവായ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ആളല്ല താൻ, പഴയകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നുള്ളതാണ്. സൈക്കിളിൽ പോയിട്ട് പോലും താൻ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം മുതലാണ് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ വലിയ രീതിയിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചയിലുടനീളം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആര്യ വിനോദാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.